ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സിൽ നമ്മൾ വിക്ടർ ഓർബൺ, ഹംഗറിയിലെ വിക്ടർ ഓർബൺ അമേരിക്ക സന്ദർശിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇന്നലെ ബൾഗേറിയ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സാധിച്ചെടുത്തു. അപ്പോൾ ഇന്ന് ഹംഗറി അവർക്ക് വേണ്ട രീതിയിൽ, അത് സംഭവം ഈ റഷ്യൻ എണ്ണയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ലൂക്കോയിലിനെ സാങ്ഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് താൽക്കാലികമായിട്ടൊന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ച ചെയ്യണം എന്ന് ട്രംപിൻ്റെ കാലിൽ പിടിച്ചുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ആ സാഹചര്യത്തിൽ കാര്യം സാധിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് വിക്ടർ ഓർബൻ എടുത്ത് പ്രയോഗിച്ച 2-3 വിഷയങ്ങളുണ്ട്. അതിലൊന്ന് ഡെമോക്രാറ്റിക് പാർട്ടി നേതാവായിട്ടുള്ള ജോ ബൈഡൻ ഭരിച്ചിരുന്ന സമയത്ത് എന്തെല്ലാം കാണിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നല്ല രീതിയിൽ വിമർശിച്ചുകൊണ്ടാണ്. അപ്പം അത് ട്രംപിന് അങ്ങ് ബോധിച്ചു. ബൈഡനാണ് ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോകാൻ കാരണമായത്. ട്രംപ് ആയിരുന്നു പൊസിഷനിൽ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു യുദ്ധം തന്നെ സംഭവിക്കില്ലായിരുന്നു എന്നാണ് വിക്ടർ ഓർബൻ പറഞ്ഞു വെച്ചത്. ഡെമോക്രാറ്റിക് പാർട്ടിയെ വിമർശിച്ചുകൊണ്ടാണ് വിക്ടർ ഓർബൻ അവിടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ട്രംപ് വിചാരിച്ചിട്ടുണ്ടാവും ഒരു 4 ദിവസത്തിന് മുമ്പ് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ന്യൂയോർക്ക് ഇലക്ഷന്റെ ഒരു പ്രചാരണമായിട്ടെങ്കിലും ഇത് മാറിയേനെ. പക്ഷേ ഇപ്പോൾ ഇത് താമസിച്ചാണല്ലോ വന്ന് പറഞ്ഞത്. എന്തായാലും കുഴപ്പമില്ല, കാര്യം ട്രംപിന് ഇഷ്ടപ്പെട്ടു. ഡെമോക്രാറ്റിക് പാർട്ടിയെക്കുറിച്ചും ജോ ബൈഡനെ കുറിച്ചൊക്കെ സംസാരിച്ചത് വളരെ നന്നായി എന്നാണ് ട്രംപിന്റെ അഭിപ്രായം. അപ്പോൾ ട്രംപ് സന്തോഷത്തോടു കൂടി 6 മാസത്തേക്ക്, ഏതായാലും ഡെമോക്രാറ്റിക് പാർട്ടിയും ബൈഡനെ കുറിച്ചൊക്കെ പറഞ്ഞതല്ലേ, ഒരു 6 മാസത്തേക്ക് നീ റഷ്യൻ ഓയിൽ ലൂക്ക് ഓയിൽ കമ്പനിയിൽ നിന്ന് മേടിച്ചോ എന്ന് പെർമിഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതായത് സാങ്ഷൻ എന്ന് പറയുന്നത് പേരിന് വേണ്ടി മാത്രം, ഇന്ത്യ വാങ്ങിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ പ്രശ്നം കേട്ടോ. ബാക്കി ആര് മേടിച്ചാലും ഒരു കുഴപ്പമില്ല. അമേരിക്കയ്ക്ക് പോവുക, ട്രംപിൻ്റെ കാലിൽ വീഴുക, സാർ നിങ്ങൾ നല്ലവനാണ്, വല്ലവനാണ്, നിങ്ങൾ ദൈവത്തിനെ പോലെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് ഉടനെ തന്നെ ഒരു 6 മാസം 1 വർഷത്തേക്കൊക്കെ റഷ്യൻ ഓയിൽ മേടിക്കാനുള്ള പെർമിഷൻ അങ്ങ് തരും. ഇവരാരാണ് ഈ പെർമിഷൻ കൊടുക്കാൻ? ഇനിയിപ്പോൾ തുടരെ പല രാജ്യങ്ങൾക്കും ഈ രീതിയിലുള്ള ഇളവുകൾ കൊടുക്കേണ്ടി വരും. ജർമ്മനിക്ക് ഇളവുണ്ട്, UK ഇളവുണ്ട്, അതേപോലെ തന്നെ ബൾഗേറിയക്ക് ഇളവുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഹംഗറിക്ക് ഇളവായി. ഇനി ആർക്കാണ് ഇളവ് വേണ്ടത്? ഇനി റൊമാനിയ, അവർക്കും കിട്ടും. ആസ് യൂഷ്വൽ അവർക്കും കൂടെ കിട്ടും. അപ്പം അതുകൊണ്ട് ഇതിനകത്ത് യാതൊരു പ്രശ്നമില്ല. ഇപ്പം ഹംഗറിക്ക് ഇളവ് കിട്ടിയ സ്ഥിതിക്ക് ഇനി ഹംഗറിയിൽ നിന്നും സ്ലോവാക്യയ്ക്കും ഇളവ് കിട്ടും. അപ്പോൾ ഇതെല്ലാം ഒരു സൈഡിൽ ഇരുന്നാൽ തന്നെയും സെലൻസ്കി ഭയങ്കര ദേഷ്യത്തിൽ, അത് ഹംഗറിക്ക് ഈ ഇളവ് കൊടുത്തത് ശരിയല്ല, ഇത് ഒരു തരത്തിലും റഷ്യ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസിഷൻ അല്ല എന്നാണ് സെലൻസ്കി പറഞ്ഞിരിക്കുന്നത്. കാരണം ഉക്രൈൻ്റെ ഉള്ളിലൂടെയാണ് ഈ ഒരു പൈപ്പ് ലൈൻ കടന്നു പോകുന്നത്. ഈ പൈപ്പ് ലൈൻ്റെ മാപ്പ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ആ പൈപ്പ് ലൈൻ കടന്നു പോകുന്നത് ഉക്രൈൻ്റെ ഉള്ളിൽ കൂടെയാണ്. ഉക്രൈൻ്റെ ഉള്ളിൽ കൂടെ ഹംഗറി, സ്ലോവാക്യ എല്ലാ സ്ഥലത്തേക്കും ഈ പൈപ്പ് പോകുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് എന്തുകൊണ്ട് പുതിയ പൈപ്പ് ലൈൻ, അതായത് പോളണ്ടിൽ നിന്നും അമേരിക്കൻ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട പൈപ്പ് ലൈൻ കണക്ഷൻസ് പോളണ്ടിലുണ്ട്. പോളണ്ടിൽ നിന്നും എന്തുകൊണ്ട് നിങ്ങൾക്ക് അമേരിക്കൻ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട കണക്ഷൻസ് എടുത്തുകൂടാ എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ അത് ഇനിയിപ്പോൾ പൈപ്പ് ലൈനൊക്കെ ഇട്ട് ഈ എസ്റ്റാബ്ലിഷ് ആയി വരാൻ തന്നെ കുറച്ച് ടൈം എടുക്കും. അപ്പം അതുവരെയെങ്കിലും ഞങ്ങൾക്ക് മീൻവൈൽ ഈ ഒരു എണ്ണ വാങ്ങിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു അപ്രൂവൽ കൊടുത്തത്. ഓർബൺ വിചാരിക്കുന്നത് 6 മാസം കൊണ്ട് യുദ്ധം അവസാനിക്കുന്നെങ്കിൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എണ്ണ വാങ്ങിക്കാമല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഹംഗറി ഈ ലൂക്ക് ഓയിലുമായിട്ട് ബന്ധപ്പെട്ട ഈ കമ്പനിയെ ഗവൺമെന്റ് ഏറ്റെടുക്കും എന്നുള്ള നിലയിലുള്ള ആ ഒരു ഓപ്ഷൻസ് ഒന്നും അവിടെ പ്രൊപ്പോസ് ചെയ്തില്ല. അതിന് പകരം ഞങ്ങൾക്ക് ഓപ്പണായിട്ട് തന്നെ ലൂക്ക് ഓയിൽ നിന്ന് എണ്ണ വാങ്ങിക്കാനുള്ള പെർമിഷനാണ് വേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ പെർമിഷനാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇതിന് സ്റ്റോപ്പ് സൈൻ കാണിച്ചിരിക്കുന്നത് ഉക്രൈനാണ്. ഇനി ഉക്രൈൻ പൈപ്പ് ലൈനിൽ കൂടെ എന്തെങ്കിലുമൊക്കെ ഇനി ഉടായ്പകൾ കാണിച്ചാലായി. അത് മാത്രമാണ് ഇപ്പം ഹംഗറിക്കുള്ളൊരു പേടി. കാരണം ഈ ഡ്രൂസ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാണ് ഈ പൈപ്പ് ലൈനെ വിളിക്കുന്നത്. ആണ് റഷ്യയിൽ നിന്നും ഈ ചെയിൻ ഓഫ് പൈപ്പ് ലൈൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും യൂറോപ്യൻ രാജ്യങ്ങളുടെ ലൈഫ് ലൈനാണ് ഈ ഡ്രൂസ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. തണുപ്പ് കാലത്ത് അവർ പെടാപ്പാട് പെടും ഈ പൈപ്പ് ലൈൻ ഇല്ലാന്നുണ്ടെങ്കിൽ. അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ ഉക്രൈൻ ആണെങ്കിൽ 300 മില്യൺ ക്യൂബിക് മെട്രിക് ടൺ ഗ്യാസ്, നാച്ചുറൽ ഗ്യാസ് അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ഉക്രൈൻ. അത് അവർ ഈ ഒരു മഞ്ഞുകാലത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഈ വിന്റർ സീസണിൽ അവർക്ക് വളരെ അത്യാവശ്യമാണ്. ഓൾറെഡി തന്നെ റഷ്യ ഉക്രൈൻ്റെ ഉള്ളിൽ ഇന്നലെ രാത്രി മാരകമായ ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറുതല്ല. ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന മാപ്പിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഉക്രൈൻ്റെ ഉള്ളിൽ ഈ തലങ്ങും ഇങ്ങനെ കോഴി മാന്തിയതുപോലെ കിടക്കുന്ന ഈ വരകളില്ലേ, ഈ വരകളെല്ലാം തന്നെ റഷ്യ ഉക്രൈൻ്റെ ഉള്ളിലേക്ക് നടത്തിയ ആക്രമണങ്ങളാണ്. ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനർജി ഗ്രിഡുകൾ, ഉക്രൈൻ്റെ ഉള്ളിലുള്ള മിക്കവാറും എനർജി ഗ്രിഡുകളെല്ലാം തന്നെ റഷ്യ അറ്റാക്ക് ചെയ്ത് അടിച്ച് നിരപ്പാക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനർജി ഷോർട്ടേജ് നല്ല രീതിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാസീവായിട്ടുള്ള പ്രൈസ് കൊടുത്തുകൊണ്ട് അമേരിക്കയിൽ നിന്നും നാച്ചുറൽ ഗ്യാസ് ഇറക്കുമതി ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് ഉക്രൈനിലെ സെലൻസ്കി തള്ളപ്പെട്ടിരിക്കുകയാണ്. ഇതൊരു സൈഡിൽ ഇരിക്കുമ്പോൾ തന്നെ വിക്ടർ ഓർബൺ പറഞ്ഞു വെച്ചത്, യൂറോപ്പിനെ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട്, ഉക്രൈൻ ഒരിക്കലും റഷ്യക്കെതിരെ യുദ്ധം ചെയ്ത് വിജയിക്കാൻ പോകുന്നില്ല. ഈ സ്റ്റേറ്റ്മെന്റും കൂടി ഓർബൺ പറയുന്നുണ്ട്. പക്കാ റിയലിസ്റ്റിക് ആയിട്ടാണ് സംസാരിച്ചത്. പിന്നെ ഈ അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടിയെ എതിർത്ത് സംസാരിച്ചത് വേണമെങ്കിൽ പിന്നീട് ഹംഗറിക്ക് ഏത് രീതിയിൽ അത് ദോഷം ചെയ്യുന്നുള്ളത്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മാക്സിമം 9 ഇയേഴ്സ് കഴിഞ്ഞാൽ വീണ്ടും ഈ ഡെമോക്രാറ്റുകൾ അവിടെ ഭരണത്തിൽ വരേണ്ട സാഹചര്യം വരും. പക്ഷെ അതേസമയം ആ ഒരു സാഹചര്യത്തിൽ ഓർബന്റെ ഈ സ്റ്റേറ്റ്മെന്റ് ഹംഗറിക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ്
ഓർബൺ മനസ്സിലാക്കേണ്ടത്. ജസ്റ്റ് പോയി വേണ്ട കാര്യങ്ങൾ മാത്രം ചോദിച്ച് വാങ്ങിച്ചാൽ മതിയായിരുന്നു. പിന്നെ നിങ്ങൾ ഇവിടെ, അതായത് ട്രംപ് ഭരണത്തിലുണ്ടായിരുന്നെങ്കിൽ ഈ യുദ്ധം നടക്കില്ല എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വരെയൊക്കെ ഓക്കെയാണ്. പക്ഷെ അതും കഴിഞ്ഞ് മറ്റുള്ള പാർട്ടിയൊക്കെ കയറി സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് മറ്റൊരു രാജ്യമാണ്. ആ രാജ്യത്ത് പോയിട്ട് ആ രാജ്യത്തിന്റെ ഇന്റർണൽ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് മൂന്നാമതൊരു രാജ്യത്ത് നിന്ന് പോയിട്ട് അഭിപ്രായം പറയേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. എനിവേ, അതൊരു മിസ്റ്റേക്കാണ്. അത് സാധാരണ എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമല്ല. അതെന്തായാലും വിക്ടർ ഓർബണിന് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. എന്തായാലും യൂറോപ്പിനെയും പുള്ളി വിമർശിച്ചിട്ടുണ്ട്. യൂറോപ്പിന്റെ ഈ നിലപാടാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ റഷ്യയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട സാഹചര്യത്തിലേക്ക് ഞങ്ങളെ തള്ളിവിട്ടത് എന്നാണ്. റഷ്യയുമായിട്ട് നടത്തുന്ന വ്യാപാര ബന്ധങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് യൂറോപ്പിനെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഹംഗറി റഷ്യ ബന്ധത്തിനെ ന്യായീകരിച്ചത് ഓർബൺ. അതൊക്കെ ഓക്കെയാണ്, അതൊക്കെ അക്സെപ്റ്റബിൾ ആണ്. അതൊരു പരിധി വരെ അത് ശരിയും തന്നെയാണ്. പിന്നെ ഈ മാപ്പ് നിങ്ങൾ നോക്കിക്കോളൂ. ഈ പോക്രോവസ്കിൽ നമ്മൾ ഇതിനു മുമ്പ് പോക്രോവസ്കിന്റെ സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ആ മാപ്പ്, അന്നത്തെ മാപ്പ് നമ്മൾ കാണിച്ച സമയത്ത് ഒരു 5 ദിവസങ്ങൾക്ക് മുമ്പാണ് ആ ഒരു സെനാരിയോ. അപ്പോൾ ഇപ്പോൾ പുതിയ മാപ്പ് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്റർനാഷണൽ വാർ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ മാപ്പുകളെല്ലാം വരുന്നത്. അപ്പം വളരെ ട്രസ്റ്റഡ്, വളരെ റിലയബിൾ സോഴ്സ് ആണിത്. അപ്പോൾ ഇങ്ങനത്തെ ഈ മാപ്പ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പോക്രോവസ്കും ഈ മിൻഹാഡ് എന്ന് പറഞ്ഞ ഈ ഒരു 2 ഏരിയയും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം പോക്രോവസ്കിന്റെ ആ ഒരു ഏരിയ കംപ്ലീറ്റ്ലി സർക്കിൾഡ് ആണ്, വളഞ്ഞിരിക്കുകയാണ് റഷ്യൻ ആർമി. സെലൻസ്കി ആണെങ്കിൽ ഉക്രൈനിലെ സോൾജേഴ്സ് ട്രാപ്ഡ് ആണെന്നുള്ളത് അംഗീകരിക്കാൻ തയ്യാറല്ല. പക്ഷെ റഷ്യ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ ഇപ്പോൾ ഇവിടെ ഒരു ട്രാപ്പ് സെറ്റ് ആയിരിക്കുന്നത് കാണാൻ കഴിയും. ഞാൻ ഈ ആരോ മാർക്ക് കാണിക്കുന്ന ഈ പോയിന്റിൽ പഴയ മാപ്പും ഈ പുതിയ മാപ്പും നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ശരിക്കും ഈ ഒരു ഏരിയ റഷ്യ മൊത്തത്തിൽ വളഞ്ഞിരിക്കുകയാണ്. പോക്രോവസ്ക് പൂർണ്ണമായിട്ടും റഷ്യയുടെ അധീനതയിൽ വന്നിരിക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ജർമ്മനിക്കുള്ളിൽ നിന്നും ഒരു ആരോപണം, ജർമ്മനിക്കുള്ളിൽ നടക്കുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ AFD എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫാർ റൈറ്റ് പാർട്ടി ഉണ്ടല്ലോ, ഈ പാർട്ടിക്കെതിരെയാണ് ആരോപണം. ഈ ഭരണകക്ഷിയുടെ സൈഡിൽ നിന്നുമുള്ള ഫോറിൻ മിനിസ്ട്രിയിൽ നിന്നാണ് ഈ ഒരു ആരോപണം വന്നിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് ഈ AFD എന്ന് പറഞ്ഞ പാർട്ടി സീക്രട്ടായിട്ട് ഇൻഫർമേഷൻസ് ഒക്കെ ചോർത്തി റഷ്യക്ക് നൽകുന്നു. അതായത് സീക്രട്ട് ഇൻഫർമേഷൻസ്, വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട ഇൻഫർമേഷൻസ് എല്ലാം തന്നെ AFD പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ ചോർത്തി റഷ്യക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് വാദം. പക്ഷേ ഇതിനകത്ത് എന്ത് ഇൻഫർമേഷൻ, എന്ത് സീക്രട്ട്, ഇതിനെക്കുറിച്ചൊന്നും യാതൊരു രീതിയിലുള്ള പരാമർശങ്ങളും പുറത്തില്ല. ഇങ്ങനൊരു അലിഗേഷൻ ഇപ്പം ജർമ്മനിയുടെ റൂളിംഗ് പാർട്ടിയുടെ സൈഡിൽ നിന്നും ഈ AFD എന്ന് പറഞ്ഞ പാർട്ടിക്കെതിരെ, ഫാർ റൈറ്റ് ചിന്താഗതിയുള്ള ജർമ്മനി ഫോർ ജർമൻസ് എന്ന് പറഞ്ഞ ആ ഒരു പാർട്ടിക്കെതിരെയാണ് ഇപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്നത്. വിവേക് രാമസ്വാമി എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് വിവേക് രാമസ്വാമി. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് വന്നതും പുള്ളിയുടെ എല്ലാ നേട്ടങ്ങളും ട്രംപിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു കൊടുത്തിട്ട് മാറിപ്പോവുകയാണ് ചെയ്തത്. ഇതാണ് പുള്ളിയുടെ ഒരു ഫസ്റ്റ് ഫേസ്. അത് കഴിഞ്ഞ് പുള്ളി ട്രംപിന്റെ ഭരണകൂടത്തിൽ നിർണായകമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ പകുതി വഴിക്ക് ഇലോൺ മസ്കിന്റെ ഇടപെടൽ കൊണ്ട് വിവേക് രാമസ്വാമി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഇടപെടൽ അവിടെ കുറയുകയും ഡോഡ്ജ് എന്ന് പറഞ്ഞ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഐഡിയ തന്നെ പ്രപ്പോസ് ചെയ്തത്, ഈ ഡോഡ്ജ് എന്ന് പറഞ്ഞ ഐഡിയ തന്നെ പ്രപ്പോസ് ചെയ്തത് വിവേക് രാമസ്വാമിയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ട്രംപ് ആ പൊസിഷൻ എടുത്ത് കൊടുത്തത് ഇലോൺ മസ്കിനാണ്. ആ ഡോഡ്ജ് എന്ന് പറഞ്ഞ സംവിധാനത്തിന്റെ തലപ്പത്ത് രാമസ്വാമി വന്നിരുന്നെങ്കിൽ, വിവേക് രാമസ്വാമി വന്നിരുന്നെങ്കിൽ അതിന്റെ മുഖച്ഛായ തന്നെ മാറിയേനെ. ഇലോൺ മസ്ക് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ചേർന്നതോടുകൂടി പുള്ളിയുടെ ബിസിനസ്സിൽ വന്ന വീഴ്ച, ബിസിനസ് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഡോഡ്ജ് സംവിധാനവും ഗവൺമെന്റിന്റെ ഫെഡറൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഇടപെടലുകളും അവിടെ ഉണ്ടാകുന്ന ഈഗോ ക്ലാഷുകളും തന്നെ ഇലോൺ മസ്കിന്റെ ബിസിനസ്സും തമ്മിൽ ഒരിക്കലും ടാലി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം. ടെസ്ല ആണെങ്കിലും കൂപ്പുകൂത്തി താഴോട്ട് വീണു. ടെസ്ലയുടെ വിൽപ്പനയൊക്കെ കുത്തനെ കുറയുകയും ഇലോൺ മസ്കിന്റെ ബിസിനസ് തന്നെ തകരുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു, പ്രത്യേകിച്ച് ടെസ്ല കമ്പനി. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇലോൺ മസ്ക് ഇതെല്ലാം വിട്ടെറിഞ്ഞിട്ട് പോകുന്നത്. അതേസമയം ഡോഡ്ജ് എന്ന് പറഞ്ഞ ആ ഒരു സംവിധാനം, അതും കൂടി അതിന്റെ ഉദ്ദേശം എന്തായിരുന്നോ അത് പൂർത്തിയാക്കാതെ തന്നെ അത് പകുതിക്ക് വെച്ച് നിർത്തേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ വിവേക് രാമസ്വാമി എടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും വിവേക് രാമസ്വാമി പറഞ്ഞത്, ഞാൻ എവിടെയെങ്കിലും ഗവർണർ ആവാനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പോസ്റ്റിൽ മത്സരിക്കാനല്ല വന്നത്, ഞാൻ US പ്രസിഡന്റ് ആവാനുള്ള ഇലക്ഷനിൽ മത്സരിക്കാനാണ് ഞാൻ വന്നത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്ക്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ട്രംപ് പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ്. ഒഹായോ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റിലെ ഗവർണർ ഇലക്ഷനിൽ വരാൻ പോകുന്ന 2026 വരുന്ന മിഡ് ഇലക്ഷനിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ് വിവേക് രാമസ്വാമിയുടെ പേര്. റിപ്പബ്ലിക്കൻ പാർട്ടിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഗവർണർ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കാനുള്ള സമ്മതം ഇതുവരെ അറിയിച്ചിട്ടില്ല. അതുപോലെ തന്നെ US കോൺഗ്രസ്സിൽ വളരെ സുപ്രധാന പൊസിഷനിലിരുന്ന നാൻസി ഫെലോസി, ഇവർ തായ്വാനുമായിട്ട് ബന്ധപ്പെട്ട്, അത് കഴിഞ്ഞ ബൈഡൻ ഭരണകൂടം വരുന്ന സമയത്ത് തായ്വാനിൽ ഇവർ വന്ന് കാലുകുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ വളരെ ഫോക്കസ് പോയിന്റ് ആയിട്ട് ഇവരെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഉടനീളം നമ്മൾ കണ്ടതാണ്. ഈ നാൻസി ഫെലോസി ഇപ്പം US കോൺഗ്രസിൽ നിന്നും അവർ സ്വമേധയാ വിരമിച്ചിരിക്കുകയാണ്. അതിന് ട്രംപ് ആണെങ്കിൽ പറഞ്ഞത് അവർ ഒട്ടും കപ്പാസിറ്റി ഇല്ലാത്ത ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് അവർ പോകുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ള നിലയിലുള്ള കമന്റ് ഒക്കെയാണ് ട്രംപ് പാസ്സാക്കിയിരിക്കുന്നത്. പക്ഷെ അവർ ഡൊണാൾഡ് ട്രംപിനോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് അവർ കോൺഗ്രസിൽ നിന്നും ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഇനി നമ്മൾ പാകിസ്ഥാന്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരിക്കുകയാണ്. ഖത്തറും
ഇസ്താൻബുൾ, തുർക്കിയും കൂടി ചേർന്നിട്ടാണ്, ഖത്തറും തുർക്കിയും കൂടി ചേർന്നിട്ടാണ് ഒരു മീഡിയേഷന് വേണ്ടിയിട്ട് ശ്രമിച്ചത്. പക്ഷെ അത് പരാജയപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് 112 പാക് സോൾജേഴ്സ് അഥവാ പാക് പട്ടാളക്കാർ ഇപ്പോഴും അഫ്ഗാനിസ്ഥാന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ അതിനെ തുടർന്ന് ഇന്ന് രാത്രി വീണ്ടും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ആക്രമണങ്ങൾ തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനിയിപ്പം പാകിസ്ഥാന്റെ സൈഡിലുള്ള എക്കണോമിക് സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഖത്തർ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്ന ഖത്തർ, അതുപോലെ തന്നെ തീവ്ര നിലപാടുള്ള ആശയങ്ങളെ പിന്തുണയ്ക്കുന്നു എന്ന് എപ്പോഴും പഴിചാരപ്പെടുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു സൈഡിലുള്ള പ്രവൃത്തിയും അങ്ങനെ ആണെങ്കിൽ തന്നെയും അവർ പാകിസ്ഥാനിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് ഈ സീപക് പദ്ധതിയിൽ, അതായത് സീപക് പ്രപ്പോസ്ഡ് പദ്ധതി, അത് ചൈനയും പാകിസ്ഥാനും തമ്മിൽ നടത്തുന്ന പദ്ധതിയാണ്. അത് പ്രത്യേകിച്ച് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് ചൈന ചെയ്യുമ്പോൾ പാകിസ്ഥാന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. പാകിസ്ഥാൻ ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള ഒരു ഫണ്ട് ഖത്തർ കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഒരു ധാരണാപത്രം അവർ തമ്മിൽ, ഖത്തറും പാകിസ്ഥാനും തമ്മിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 2.1 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാമെന്നാണ് ഖത്തർ പറഞ്ഞിരുന്നത്. പക്ഷെ ആ എഗ്രിമെന്റിൽ നിന്നും ഖത്തർ സ്വമേധയാ വിഡ്രോ ചെയ്തിരിക്കുകയാണ്. ഇത് പാകിസ്ഥാന് കൊടുക്കുന്ന തിരിച്ചടി ചെറുതല്ല. കാരണം എക്കണോമിക് മേഖലയിൽ നമ്മൾ പാകിസ്ഥാന്റെ സ്ഥിതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികൾ, മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെ, ഷെൽ എന്ന് പറഞ്ഞ ആ ഒരു ഫ്യൂവൽ കമ്പനി ഉൾപ്പെടെ, PNG, ഫൈസർ, സനോഫി, ഇങ്ങനെ കുറേ കമ്പനികൾ, ഇങ്ങനത്തെ കുറേ MNC കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനികൾ എല്ലാം തന്നെ പാകിസ്ഥാൻ വിട്ടൊഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതോടൊപ്പം ഖത്തർ ഇപ്പം കൊടുത്തിരിക്കുന്ന ഒരു അടി പാകിസ്ഥാന്, അത് വലിയൊരു അടി തന്നെയാണ്. കാരണം പാകിസ്ഥാൻ ഈ റിലീജിയസ് കാർഡ് കളിച്ചുകൊണ്ട് കുറേ കാലം ഈ ഫണ്ട് പല രാജ്യങ്ങളിൽ നിന്നും ഇങ്ങനെ, സൗദി അറേബ്യ, ഖത്തർ, ഇതേപോലത്തെ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും ഇങ്ങനെ പണം പറ്റി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പം അതിന് കൃത്യമായിട്ട് ഖത്തർ കൊടുക്കുന്ന ഒരു അടിയാണിത്. ശരിക്കും പാകിസ്ഥാൻ ഇതൊരു അടി എന്ന് പറയാനുള്ള കാരണം വെച്ചാൽ, ഒരു സൈഡിൽ ചൈന ഞങ്ങൾക്ക് അടയ്ക്കാനുള്ള തിരിച്ചടവ് നിങ്ങൾ അടയ്ക്കൂ, ഏതാണ്ട് 30 ബില്യണോളം വരും ഈ തിരിച്ചടവ്, അത് തന്നെ അടയ്ക്കാനുള്ള പൈസയില്ല. അതൊരു സൈഡിൽ. പാകിസ്ഥാന്റെ ഓവറോൾ കടം നോക്കിക്കഴിഞ്ഞാൽ 400 ബില്യൺ പാക് റുപ്പീസ്, പാകിസ്ഥാന്റെ കറൻസി അനുസരിച്ച് 400 ബില്യൺ കടം ഇപ്പൊ തന്നെ തിരിച്ചടവ് അടയ്ക്കാതെ ഡ്യൂ ആയിട്ട് കിടക്കാണ്, പെൻഡിങ്, ഔട്ട്സ്റ്റാൻഡിങ്ങിലുണ്ട് അവർക്ക് കടം അടയ്ക്കാതെ. അപ്പൊ ഇങ്ങനെ കടബാധ്യതയിലുള്ള രാജ്യത്തിന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ താല്പര്യമില്ല എന്നാണ് ഖത്തർ പറഞ്ഞിരിക്കുന്നത്. ഇനിയും പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്നും പല കമ്പനികളും അടച്ചുപൂട്ടി പോകും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഡെൻമാർക്കിൽ ഒരു പുതിയ നിയമം, അതായത് 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ പുതിയ നിയമം. അതായത് എപ്പോഴും വെസ്റ്റേൺ രാജ്യങ്ങളെക്കുറിച്ച് വല്ലാത്ത രീതിയിൽ അവിടെ സ്വാതന്ത്ര്യമാണ്, ഫ്രീഡമാണ്, അവിടെ ഭയങ്കര ഡെവലപ്മെന്റ് ആണെന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വാർത്ത സ്പെഷ്യലായിട്ട് ഞാൻ എടുത്ത് പറയുന്നത്. ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അത് വ്യക്തിപരമാണ്. തീർച്ചയായിട്ടും രാജ്യം വികസിക്കേണ്ടതുണ്ട്, അതിൽ യാതൊരു തർക്കമില്ല. പക്ഷേ മനുഷ്യന്റെ മോഡേൺ ചിന്താഗതി എന്നുള്ള നിലയിൽ എപ്പോഴും ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, അതേപോലെ ഈ നോർഡിക് റീജിയനിൽ കിടക്കുന്ന രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളെയൊക്കെ എപ്പോഴും ഉയർത്തി കാണിക്കുകയും അതിനെ ഉയർന്ന നിലവാരത്തിൽ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ട്. അപ്പോൾ ആ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ, എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ബാൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം തന്നെ ഇൻസെക്യൂരിറ്റി തന്നെയാണ് ഒന്നാമത്. പിന്നീട് ഈ സോഷ്യൽ മീഡിയയിൽ സംഭവിച്ച മുൻകാല എക്സ്പീരിയൻസ്, അതാണ് അവരെ കൊണ്ട് ഈ ഒരു ഡിസിഷൻ എടുക്കാൻ പ്രേരിപ്പിച്ചത്. ആ സാഹചര്യത്തിൽ 13 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പാരൻസിന്റെ പെർമിഷനോട് കൂടി, പാരൻസിന്റെ കൺട്രോളോട് കൂടി അവർക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. പക്ഷേ തീർച്ചയായിട്ടും 15 വയസ്സിന് മേളിലാണ് അവർ സോഷ്യൽ മീഡിയ അഡ്വൈസ് ചെയ്യുന്നത്. ഇതാണ് ഡെൻമാർക്ക് എടുത്തിരിക്കുന്ന തീരുമാനം. അപ്പോൾ തൽക്കാലം എന്തായാലും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.